IPL മാച്ച് നമ്പർ 61 ലക്നൌവിലേക്ക് പോകുമ്പോൾ LSGയും ഹൈദരാബാദുമായിരിക്കും ഏറ്റുമുട്ടാൻ പോകുന്നത്. അതുകൊണ്ട് ഈ മത്സരത്തിന്റെ ഒരു കംപ്ലീറ്റ് പ്രിവ്യൂ ആണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി ഇതുപോലെ കൂടുതൽ IPL വാർത്തകൾക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഏറ്റവും ആദ്യം പിച്ച് റിപ്പോർട്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി 7:30 മുതൽ ലക്നൌവിലെ എക്കാന സ്റ്റേഡിയത്തിൽ വെച്ചായിരിക്കും ഈ മത്സരം നടക്കാൻ പോകുന്നത്. അവസാനമായി ഇവിടെ നടന്ന 10 മത്സരത്തിൽ ഒറ്റത്തവണ മാത്രമാണ് 200 ക്രോസ് ആയിട്ടുള്ളത്. സ്പിന്നേഴ്സിന് സപ്പോർട്ട് കിട്ടുന്ന ഒരു ട്രിക്കി വിക്കറ്റ് കൂടിയാണ് ഇവിടെയുള്ളത്. ഗ്രൗണ്ടിന്റെ വലിപ്പം ബൗളേഴ്സിനെ ഇവിടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് 160-180 റേഞ്ച് സ്കോറിംഗ് വരുന്ന ഒരു മത്സരത്തിനാണ് ഇന്ന് സാധ്യത. SRH ഓൾറെഡി എലിമിനേറ്റഡ് ആണ്. LSGക്ക് ഇത് മസ്റ്റ് വിൻ ഗെയിമാണ്. തോറ്റാൽ അവർ ഒഫീഷ്യലി പുറത്തേക്ക് പോകും. മുംബൈ, ഡൽഹി തുടങ്ങി 2 ടീമുകൾക്കും ഇന്ന് ഹൈദരാബാദ് ജയിക്കുന്നതായിരിക്കും ഫേവർ ചെയ്യുക. എന്നാൽ ടോപ്പിൽ നിൽക്കുന്ന മറ്റു ടീമുകൾക്ക് LSG ജയിക്കാനായിരിക്കും ആഗ്രഹം. കാരണം പ്ലേ ഓഫിൽ MIയെ കിട്ടണോ അതോ LSGയെ കിട്ടണോ എന്ന് ചോദിച്ചാൽ ഏതൊരു ടീമും LSG ആയിരിക്കും ചൂസ് ചെയ്യുന്നത്. ഇനി ടീമുകളിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ വിയാൻ മുൾഡർ, ഷമാർ ജോസഫ് തുടങ്ങി 2 പേരും സെലക്ഷൻ അവൈലബിൾ അല്ല. ട്രാവിസ് ഹെഡിന് കോവിഡ് ആണെന്നും താരം ഇന്ന് മാത്രമേ ടീമിനൊപ്പം ജോയിൻ ചെയ്യൂ എന്നുമാണ് പറഞ്ഞിരിക്കുന്നത്. സോ താരം ഇറങ്ങുമോ ഇല്ലയോ എന്നത് വ്യക്തമല്ല. ഹൈദരാബാദിൽ അഭിഷേക്, ഇഷാൻ ഓപ്പണിംഗ്, ട്രാവിസ് ഹെഡ് അല്ലെങ്കിൽ കമിതു മെൻഡിസ്, ഹെൻറി ക്ലാസൻ, അൻകിത് വർമ്മ, സച്ചിൻ ബേബി, അഭിനവ് മനോഹർ, പാറ്റ് കമ്മിൻസ്, ഹർഷൽ പട്ടേൽ, ജയദേവ് ഉനഡ്കട്ട്, ശ്രീശാൻ അൻസാരി, ഏഷാൻ മലിംഗ തുടങ്ങിയ ടീമിനാണ് ചാൻസ്. LSGയിൽ മാർഷ്, മാർക്കർ ഓപ്പണിംഗ്, നിക്കോളാസ് പൂരൻ, ഋഷഭ് പന്ത്, അബ്ദുൾ സമദ്, ആയുഷ് ബദോനി, മില്ലർ, ആകാശ് സിംഗ് അല്ലെങ്കിൽ രവി ബിഷ്ണോയി, ദിഗ്വേഷ് റാത്തി, ആവേശ് ഖാൻ, ആകാശ് ദീപ് അല്ലെങ്കിൽ ഷാർഡു ഠാക്കൂർ, പ്രിൻസ് യാദവ് തുടങ്ങിയ ടീമിനാണ് ചാൻസ്. അവസാനമായി ശ്രദ്ധിക്കേണ്ട താരങ്ങൾ വിജയ സാധ്യത എന്നിവ നോക്കിയാൽ ദിഗ്വേഷ്, മാർക്കർ, മാർഷ് എന്നിവരെ LSGയിൽ നിന്നും അഭിഷേക്, കമ്മിൻസ്, ക്ലാസൻ എന്നിവരെ ഹൈദരാബാദിൽ നിന്നും ശ്രദ്ധിക്കേണ്ടതുണ്ട്. വിജയ സാധ്യത ഇന്ന് 50-50 ആയിട്ടാണ് കാണുന്നത്. കാരണം 2 ടീമും ഒട്ടും കൺസിസ്റ്റന്റ് ആയി ഇത്തവണ കളിച്ചിട്ടില്ല.